ഹലോ മക്കളെ, നമ്മുടെ പബ്ലിക് എക്സാമിന് തൊട്ടു മുന്നേ ആയിട്ട് കഴിഞ്ഞ മോഡൽ എക്സാം സുവോളജി എങ്ങനെയായിരുന്നു ആൻസർ ചെയ്യേണ്ടിയിരുന്നത്, അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നേരെ പോകാം. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം എന്നാണ്. കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഹോർമോണാ? പ്രൊജസ്ട്രോൺ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ പ്രൊജസ്റ്ററോൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് IMR ആൻഡ് MMR. IMR എന്ന് വെച്ചാൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് MMR എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഓക്കെ, ശിശു മരണനിരക്കും മാതൃ മരണനിരക്കും ഇത് രണ്ടും കുറവായത് കൊണ്ടാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇങ്ങനെ കയറി പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോഡോമിനൻസ്? കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് അലീലുകൾ വന്നാൽ രണ്ടും എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. ആരും താഴ്ന്നു കൊടുക്കാൻ റെഡിയല്ല. അപ്പൊ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ്. ഓപ്ഷൻ B is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് A and B. നമ്മുടെ സെൻട്രൽ ഡോക്മേന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണത്. DNA RNA ആകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്ക്രിപ്ഷൻ എന്നും RNA പ്രോട്ടീൻ ആകുന്ന പ്രോസസ്സിനെ ട്രാൻസ്ലേഷൻ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് ഫിൽ ദ മിസ്സിംഗ് വേർഡ്. ന്യൂമോണിയയുടെ കാരണക്കാരൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണെങ്കിൽ ടൈഫോയിഡ് കാരണക്കാരൻ ആര് എന്നാണ് ചോദ്യം. ആൻസർ സാൽമോണല്ല ടൈഫി. സാൽമോണല്ല ടൈഫി അതാണ് ടൈഫോയിഡിന്റെ കാരണക്കാരൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. മാച്ച് ദി ഫോളോയിങ് ആണ്. LH സർജ്. LH സർജ് കാരണമാണ് ഓവല്യൂഷൻ സംഭവിക്കുന്നത്. സോ LH സർജ് ഓവല്യൂഷൻ. LH സർജ് ഓവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ലെയ്ഡിക് സെൽസ്. ലെയ്ഡിക് സെൽസ് ആണ് ആൻഡ്രോജൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ലെയ്ഡിക് സെൽസ് ആൻഡ്രോജൻ റീജിയൻ. ആംബുലറി റീജിയൻ ആണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം. സോ ആംബുലറി റീജിയൻ ഫെർട്ടിലൈസേഷൻ. സെർട്ടോളി സെൽസ് ആണ് നമ്മുടെ സ്പെർമാറ്റിഡുകൾക്ക് ഫുഡ് കൊടുക്കുന്നത്. സോ ന്യൂട്രിയൻസ് ടു സ്പെർമാറ്റിഡ് കൊടുക്കുന്നത് സെർട്ടോളി സെൽസ് ആണ്. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈക്കോറൈസ? മൈക്കോറൈസ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും ഫംഗസും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ, രണ്ടുപേർക്കും ഗുണമുള്ള അസോസിയേഷൻ, അതിനെയാണ് നമ്മൾ മൈക്കോറൈസ എന്ന് വിളിക്കുന്നത്. ഹൗ ഡസ് മൈക്കോറൈസ ഹെൽപ്പ് ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എങ്ങനെ സഹായിക്കുന്നു, മൈക്കോറൈസൽ അസോസിയേഷൻ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ചെടികൾക്ക് ഫോസ്ഫറസ് അബ്സോർപ്ഷന് മൈക്രോറൈസൽ അസോസിയേഷൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂട്ട് ബോൺ ഡിസീസസിന് എതിരെ ഒരു പ്രൊട്ടക്ഷനും അത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, റൂട്ട് ബോൺ ഡിസീസിനെതിരെ ഒരു പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്, ഫോസ്ഫറസ് വലിച്ചെടുക്കാനും സഹായിക്കുന്നുണ്ട്. പോരെ ഇത്രയും. അപ്പൊ ചെടികളുടെ വളർച്ചയെ അത് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരിപോഷിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മില്ലേഴ്സ് എക്സ്പെരിമെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് തിയറി ഈസ് പ്രൂവ്ഡ് ബൈ ദിസ് എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റിലൂടെ ഏത് തിയറിയാണ് പ്രൂവ് ചെയ്തത്? അത് നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ കൊണ്ടുവന്ന കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് ഇതുവഴി നമ്മൾ എന്ത് ചെയ്തത്? പ്രൂവ് ചെയ്തത്. വിച്ച് ആർ ദ ഗ്യാസസ് യൂസ്ഡ് ഇൻ ദി എക്സ്പെരിമെന്റ്? നമുക്കറിയാം ഇവിടെ 4 ഗ്യാസുകളെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ആ ഗ്യാസുകൾ ഏതൊക്കെയാ? ഒന്ന് മീതെയിൻ ആണ്, വാട്ടർ വേപ്പേഴ്സ് ആണ്, ദെൻ ഹൈഡ്രജൻ അമോണിയ ആണ്, ദെൻ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിച്ച ഗ്യാസസ്. ഹൈഡ്രജൻ ഗ്യാസിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിരുന്നു പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന ഗ്യാസുകളുടെ കാറ്റഗറിയിൽ വരുന്നത്. പക്ഷെ ഇവിടെ ഈ എക്സ്പെരിമെന്റൽ ഗ്യാസസ് ആണ്, അത് ഈ 4 ഗ്യാസസ് ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DNA replication is said to be semi-conservative. Substantiate the statement. സെമി കൺസർവേറ്റീവ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അതിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെമി കൺസർവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 old സ്ട്രാൻഡും 1 ന്യൂ സ്ട്രാൻഡും
അങ്ങനെ നമ്മൾ പുതിയ DNA ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ന്യൂലി സിന്തസൈസ്ഡ് DNA one strand will be old strand and the other strand will be newly synthesized strand. That is called semi conservative model of DNA replication. Okay, next question. Name the enzyme required in polymerase of nucleotide in DNA strand. DNA സ്ട്രാൻഡിൽ DNA നിർമ്മിക്കാനായിട്ട് നമുക്ക് വേണ്ട എൻസൈമുകൾ ഏതൊക്കെയെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് DNA നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ളത് DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം ആണ്. DNA dependent DNA polymerase enzyme. Okay, next. In eukaryotes, the replication of DNA takes place at a dash phase of the cell cycle. നമുക്കറിയാം DNA replication നടക്കുന്നത് സെൽ സൈക്കിളിന്റെ S ഫേസിൽ വെച്ചിട്ടാണ്. സോ S ഫേസിൽ വെച്ചിട്ടായിരിക്കും അവിടെ DNA replication നടക്കുന്നത്. നമുക്കറിയാം G1 phase, S phase, G2 phase and M phase. ഇങ്ങനെയല്ലേ നമ്മൾ സെൽ സൈക്കിളിന്റെ സ്റ്റേജസ് വരുന്നത്. അപ്പോൾ അതിൽ S ഫേസിൽ വെച്ചിട്ടാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. DNA സിന്തസിസ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന് S ഫേസ് എന്ന പേര് തന്നെ നമ്മൾ പ്രത്യേകം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അസ്പെർജില്ലസ് നൈഗറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. ഏതാ കിട്ടുന്ന ഒരു ആസിഡ് ആണ് അല്ലേ? അസ്പെർജില്ലസ് നൈഗറിൽ നിന്ന് കിട്ടുന്ന ആസിഡ് ഏതാ? സിട്രിക് ആസിഡ്. സോ ഇറ്റ് ഈസ് സിട്രിക് ആസിഡ്. ഓക്കെ, അടുത്ത സൈക്ലോസ്പോറിൻ എ നമ്മൾ എവിടെ നിന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരിൽ നിന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ട്രൈക്കോഡെർമ പോളിസ്പോറം. ട്രൈക്കോഡെർമ പോളിസ്പോറം. ഓക്കെ, നെക്സ്റ്റ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ലാബ് എന്ന് നമ്മൾ പറയും അല്ലേ? അതിൽ നിന്ന് ഏതാ പ്രൊഡ്യൂസ് ചെയ്യുന്ന? ആ പേര് തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അടുത്ത സ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു തരം ഈസ്റ്റിൽ നിന്നാണ്. അതിന്റെ കറക്റ്റ് പേര് മൊണാസ്കസ് പർപ്യൂരിയസ് എന്നാണ്. സോ ഇതാണ് സ്റ്റാറ്റിൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്റ്റിന്റെ പേര് മൊണാസ്കസ് പർപ്യൂരിയസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നാണ് ചോദ്യം. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓർ പ്രോസസ് ഓഫ് സ്പീസിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ, ഇൻ എ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലിറ്ററലി റേഡിയേറ്റിംഗ് ടു അതർ പാർട്സ് ഓഫ് ദി ജോഗ്രഫി, മറ്റ് ഏരിയകളിലേക്ക് പോവുകയും അവിടെ ചെന്ന് പുതിയ ജീവികളായി ഇവോൾവ് ചെയ്ത് വരുന്നതിനെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഡെഫിനേഷൻ വേണമെങ്കിൽ ഞാനൊന്ന് എഴുതാം. ദ പ്രോസസ് ഓഫ്, ഷോർട്ടായിട്ട് എഴുതാം കേട്ടോ, ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ of different species in a given geographical area എങ്ങനെ? starting from a point, ഒരിടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും and literally radiating to other areas of the geography, ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ സ്ട്രക്ചർ ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ അനലോഗസ് എന്ന് പറയുമ്പോൾ സിമിലർ ഫംഗ്ഷൻ ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഒരു കാര്യം കൂടി, ഹോമലോഗസ് ഓർഗൻസ് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. പക്ഷെ അതേസമയം അനലോഗസ് ഓർഗൻസ് കൺവേർജന്റ് എവല്യൂഷൻ. ഷോർട്ട് ഫോം ഓർത്തിരിക്കുക, HDAC. ഹോമലോഗസ് ഓർഗൻസ് ഡൈവേർജന്റ് എവല്യൂഷൻ, അനലോഗസ് ഓർഗൻസ് കൺവേർജന്റ് എവല്യൂഷൻ, HDAC എന്ന് ഓർത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ, നെയിം ദ IUD. കാണുമ്പോൾ തന്നെ അറിയാം T ഷേപ്പിൽ ഇരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് കോപ്പർ T ആണ് തന്നിരിക്കുന്നത്, കോപ്പർ T. നെക്സ്റ്റ്, ഹൗ ഡു IUDs പ്രിവെന്റ് പ്രഗ്നൻസി? എങ്ങനെയാണ് IUDകൾ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഇൻക്രീസസ് ദി ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പെർം സെൽ. ഓക്കെ, സ്പേം സെല്ലുകളുടെ അത് അതിന്റെ പ്രിൻസിപ്പിൾ കൂടിയാണ്. IUDകളുടെ ജനറൽ പ്രിൻസിപ്പിൾ ആണത്, ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
When the urine sample of a lady is tested, the presence of HCG was detected. ആഹാ, എങ്കിൽ ലഡുവൊക്കെ കൊടുക്കാം. What does the presence of HCG indicate? HCG ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ഷീ ഈസ് പ്രഗ്നന്റ് അല്ലേ. അപ്പൊ പ്രഗ്നൻസി ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത, where is it secreted from? HCGയും HPL ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാ? പ്ലാസെന്റ അല്ലെ. പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണത്. സോ ഇറ്റ് ഈസ് പ്ലാസെന്റ. നെയിം 2 other hormones secreted only during pregnancy. പ്രഗ്നൻസി സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റു ഹോർമോണുകൾ, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റു ഹോർമോണുകൾ ഏതൊക്കെയാ? HPL ഉണ്ട്, അതുപോലെ റിലാക്സിൻ. ഇതൊക്കെ പ്രഗ്നന്റ് ലേഡിയുടെ ശരീരത്തിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കേട്ടോ, HPLും റിലാക്സിനും ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ, ഐഡന്റിഫൈ ദ ഫിഗർ. കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്വന്തം ന്യൂക്ലിയോസോം. അപ്പൊ ന്യൂക്ലിയോസോം ആണ് അവിടെ തന്നിരിക്കുന്നത്. Histones are organized to form a unit of 8 molecules. It is called 8 ഹിസ്റ്റോണുകൾ ചേരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഒക്ടാമർ എന്നാണ്. ഒക്ടാമർ. അടുത്ത, ഡിഫറൻഷിയേറ്റ് യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് സ്റ്റെയിൻ വളരെ കുറച്ച് മാത്രം പിടിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. സോ ലൈറ്റ് സ്റ്റെയിൻ പിടിക്കുന്ന ഏരിയയാണ്. അതുപോലെ ലൂസ്ലി പാക്ഡ് ആണ്, ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള റീജിയൻ ആണ്. പക്ഷെ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്. ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ള റീജിയൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂക്രോമാറ്റിൻ. അതേസമയം ഹെട്രോക്രോമാറ്റിലേക്ക് വരുമ്പോൾ അത് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്, ഡാർക്കായിട്ട് സ്റ്റെയിൻ പിടിക്കും. ഡെൻസ്ലി പാക്ഡ് ആണ്, പക്ഷെ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെട്രോക്രോമാറ്റിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. Next question, allele frequencies in a population are stable and is constant from generation to generation. Name the principle. ഇത് ഏതാ പ്രിൻസിപ്പിൾ? ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. അടുത്ത, റൈറ്റ് എനി 2 factors affecting this principle. ഈ പ്രിൻസിപ്പിളിനെ അഫക്ട് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാ? ഒന്ന് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, രണ്ടാമത്തത് ജനറ്റിക് ഡ്രിഫ്റ്റ്, മൂന്നാമത്തത് മ്യൂട്ടേഷൻ, നാലാമത്തത് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറ്റിക് റീകോമ്പിനേഷൻ. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. പൂവ് ചോദിച്ചു, നമ്മൾ പൂക്കാലം തന്നെ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The template strand and coding strand of a DNA molecule is given. Okay, ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡും കോഡിംഗ് സ്റ്റാൻഡും തന്നിട്ടുണ്ട്. Write the sequence of RNA transcribed from the above DNA. അപ്പോൾ ഇതല്ലേ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് അനുസരിച്ചായിരിക്കും എന്തുണ്ടാകുക? RNA ഉണ്ടാകുക. അപ്പോൾ A വന്നാൽ ഏതാ ഓപ്പോസിറ്റ് വരിക? U. T വന്നാലോ A, G വന്നാലോ C, C വന്നാലോ G, അടുത്ത് A വന്നാലോ again U, A, C, G, U, A, C, G, U, A, C, G, and this is 5', 3'. So ഇതായിരിക്കും അതിന്റെ mRNA സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇതൊരു എളുപ്പ വഴി കൂടി പറഞ്ഞുതരാം. കോഡിംഗ് സ്റ്റാൻഡിൽ T വരുന്നിടത്തെല്ലാം U ആക്കി കൊടുത്താൽ മതി, അപ്പൊ ആൻസർ ആയിക്കോളും. അതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ കമ്പോണൻസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ കമ്പോണൻസ് എന്തൊക്കെയാ? ഒരു തുടക്കം ഉണ്ടാകും, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൊമോട്ടർ. ദെൻ അവിടെ നടുക്കാര് കാണും സ്ട്രക്ചറൽ ജീൻ, ഏറ്റവും അവസാനം ആര് കാണും? ഒരു ടെർമിനേറ്റർ. ഓക്കെ, ഇത്രയും ചേരുന്നതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ദ പ്രോസസ് ഓഫ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആൻഡ് ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് എംബ്രിയോയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. എന്നാൽ മോർ ദാൻ 8 ബ്ലാസ്റ്റ്, അതായത് 16 to 30 സെൽഡ് സ്റ്റേജ്, 16 or 32 സെൽഡ് സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ യൂട്രസിന്റെ ഉള്ളിലേക്കായിരിക്കും എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെയാണ് ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, MTPs are
അൺഅവോയ്ഡബിൾ ഇൻ സർട്ടൈൻ കേസസ്. ലിസ്റ്റ് എനി 2 circumstances. ഓക്കെ, ചില സമയത്ത് MTP ചെയ്തേ പറ്റൂ, നമുക്ക് വേറെ വഴിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാ? ഒന്ന്, ഈ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ, ഓക്കെ, അത്തരം കേസുകളിൽ നമുക്ക് വേറെ ഒന്നും വഴിയില്ല. അപ്പോൾ അവിടെ നമുക്കത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ബേബി മേ ബോൺ വിത്ത് ഫിസിക്കൽ ഓർ മെന്റൽ അബ്നോർമാലിറ്റീസ്. അത്തരം കേസുകളിൽ നമ്മൾ അത് ചെയ്തേ പറ്റുള്ളൂ, MTP. രണ്ടാമത്തത് ലീതൽ ടു മദർ, അതായത് ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മരണം സംഭവിക്കും എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് MTP ചെയ്തേ പറ്റുള്ളൂ. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ MTP ഈസ് അൺഅവോയ്ഡബിൾ, ഓക്കെ, ഓർ അഡ്വക്കേറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംറ്റംസ് ഓഫ് എ chromosomal disorder is given. Broad flat face, partially opened mouth. Name the disorder and karyotype. കേൾക്കുമ്പോൾ തന്നെ അറിയാം, പാർഷ്യലി ഓപ്പൺഡ് മൗത്ത്, ബ്രോഡ് ഫ്ലാറ്റ് ഫേസ്, റൗണ്ട് ഹെഡ്, ഫറൗഡ് ടങ്, ബ്രോഡ് പാം വിത്ത് സ്പെഷ്യൽ പാം ക്രീസസ്, മെന്റലി റിട്ടാർഡഡ്. അതൊക്കെ ഏതാ? ഡൗൺ സിൻഡ്രോം. സോ ഇറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം. കാരിയോടൈപ്പ് എന്ന് പറയുന്നത് 45+X എന്ന് വരാം, അതിൽ 45+XY എന്ന് വരാം. ഓക്കെ, റൈറ്റ് എനി 2 other symptoms. മറ്റേതെങ്കിലും 2 സിംറ്റംസ് ആണ് എഴുതിയിരിക്കുന്നത്. മെന്റലി റിട്ടാർഡഡ്, then round head, then furrowed tongue. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, ഫിസിക്കൽ സൈക്കോമോട്ടോർ ചേഞ്ചസ് എല്ലാം റിട്ടാർഡഡ് ആയിരിക്കും, ഡെവലപ്മെന്റ്സ് എല്ലാം റിട്ടാർഡഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന സിംറ്റംസ് ഒക്കെ എഴുതാം കേട്ടോ അതിനകത്ത്. ഓക്കെ, നെക്സ്റ്റ്, ഹു പ്രപ്പോസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത് നമ്മുടെ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അടുത്ത, in the equation S is equal to C A raised to Z, what you do S, C, A and Z stands for? S എന്ന് പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ് ആണ്. A എന്ന് പറയുന്നത് ഏരിയ, എക്സ്പ്ലോർഡ് ഏരിയ എന്നും പറയാറുണ്ട്. C എന്ന് പറയുന്നത് Y ഇന്റർസെപ്റ്റ് ആണ്. ആൻഡ് Z എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ആണ്. ഓക്കെ, സോ ഇതാണ് ഓരോ ടേംസും. അത് സ്ഥിരം ചോദിക്കാറ്, മിക്കവാറും ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഗ്രാഫ് തന്നിട്ട് ചോദിക്കാറ്. ഇവിടെ ഇപ്പോൾ ഗ്രാഫ് തന്നിട്ടില്ല, നേരിട്ട് അങ്ങ് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സയന്റിസ്റ്റ് ഹു ഇനിഷ്യലി ഡെവലപ്ഡ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്. ആദ്യമായിട്ട് DNA ഫിംഗർ പ്രിന്റിംഗ് കൊണ്ടുവന്നത് അലക് ജെഫ്രി ആണ്. അലക് ജെഫ്രി. എക്സ്പാൻഡ് VNTR. VNTR എന്ന് വെച്ചാൽ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. ഓക്കെ, അതാണ് VNTR. അത് നമ്മൾ ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോബാണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള DNA സെഗ്മെന്റ് ആണ് പ്രോബ് എന്നറിയപ്പെടുന്നത്. DNA ഫിംഗർ പ്രിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോബാണ് VNTR പ്രോബ് എന്ന് പറയുന്നത്. റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഒന്ന് നമുക്കറിയാം, ഫോറൻസിക് ഇഷ്യൂസ് വരുമ്പോൾ, ഫോറൻസിക് കേസുകൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത് പാരന്റേജ് ഇഷ്യൂസ് വരുമ്പോൾ. ഓക്കെ, അപ്പൊ അത്തരം കേസുകളിൽ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു ആ ചോദ്യങ്ങൾ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടാകും സുവോളജി. സോ ഇനി കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഇനി ഇതുപോലെ തന്നെ ഇനി നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് വളരെ ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ മക്കളെ. അപ്പോൾ അടിപൊളിയായിട്ട് എഴുതുക. നമുക്കിന്ന് വൈകുന്നേരമുള്ള 7 മണിക്കുള്ള സൂപ്പർ 60 കാണാം. എല്ലാവരും സൂപ്പർ 60 കണ്ടില്ല എങ്കിൽ 100% ഷുവർ ക്വസ്റ്റ്യൻസും നാളെ നടക്കുന്ന നമ്മുടെ മോർണിംഗ് ബൂസ്റ്റ് കൂടി കണ്ടുപോയാൽ മതി. ഫുൾ മാർക്ക് ഷുവർ ആണ്, ഗ്യാരണ്ടി ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി 7 മണിക്കുള്ള ലൈവിൽ കാണാം. ടിൽ ദെൻ ബൈ.